പ്രൈസ് ലോർഡ്. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാനിന്ന് ക്രിസ്തുവിൻ്റെ അനുകാരികൾ എന്ന വിഷയത്തെപ്പറ്റി കുറച്ച് ചിന്തകൾ മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ടൊരു വാക്യം വായിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അപ്പോൾ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് പൗലോസ് എഫേസിലുള്ള സഭയെ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ അനുകാരികളാകുകയും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു അനുകാരി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ മാതൃകയായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നടക്കുന്നവർ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്, മക്കൾ മാതാപിതാക്കളെ കണ്ടു പഠിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ മക്കളെ കൊണ്ട് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമല്ല അത്. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ആ സ്നേഹവും ഇഷ്ടമൊക്കെ കാരണം പലപ്പോഴും മാതാപിതാക്കളുടെ ജീവിതം ഒരു പരിധിവരെ മക്കളെ സ്വാധീനിക്കാറുണ്ട്. അങ്ങനെ ചില സ്വഭാവങ്ങളൊക്കെ അവർ കണ്ടു പകർത്താറുണ്ട്. ചില സ്വഭാവങ്ങൾ ചിലപ്പോൾ അവരിൽ കാണപ്പെടാം. ഇതേപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ സ്വർഗീയ പിതാവായ ദൈവത്തെ അനുകരിക്കേണ്ടത് കേവലം ഒരു നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കടമ എന്നതിനപ്പുറം ദൈവത്തെ നമ്മൾ ആഴമായി സ്നേഹിക്കുകയും ദൈവത്തെ നമ്മൾ അടുത്തറിയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മളെ അത്രമേൽ സ്വാധീനിക്കുമ്പോൾ സ്വാഭാവികമായും ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിലും കാണപ്പെടണം. അതാണ് ഒരു ക്രിസ്തുവിൻ്റെ അനുകാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനുകരണത്തിന് പല തലങ്ങളുണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. അപ്പം മക്കളെന്ന നിലയിൽ ദൈവത്തെ അനുകരിക്കാം. അതൊരു പ്രിലിമിനറി സ്റ്റേജ് മാത്രമാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കാനാണ്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാനിയേൽ ദൈവത്തിൻ്റെ പ്രിയ പുരുഷനായിരുന്നു. ദാനിയേലിന് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. ദൈവത്തോടൊരു ക്വയറ്റ് ടൈം പാലിക്കുന്നതിൽ ദാനിയേൽ വിജയിച്ചു. അതുകൊണ്ട് തന്നെ ദൈവത്തോടൊരു ആഴമേറിയ ബന്ധമുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ഭാവിയെപ്പറ്റിയും വരുവാനുള്ള സാമ്രാജ്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ വെളിപ്പാടുകൾ ലഭിച്ചത് ദാനിയേലിനായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാനാണ്. യോഹന്നാനെ പറ്റി പറയുമ്പോൾ യേശുവിൻ്റെ മാർവോട് ചാരിയിരുന്ന ശിഷ്യൻ, അല്ലെങ്കിൽ തന്നെ ആരാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ യേശു വെളിപ്പെടുത്തുന്നത് ഈ യോഹന്നാൻ്റെ ചോദ്യത്തിന് മുമ്പിലാണ്. അതേപോലെ തന്നെ ശിഷ്യന്മാർ യേശുവിനെ വിട്ട് ഗലീല കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ ബാക്കി എല്ലാ ശിഷ്യന്മാരും യേശു ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടിട്ട് ഇതൊരു ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചപ്പോൾ യോഹന്നാന് മാത്രമാണ് ദൂരവേ തന്നെ ഇത് യേശു ആണ് എന്നൊരു തിരിച്ചറിവ് ലഭിച്ചത്. അപ്പോൾ എല്ലാവരും ശിഷ്യന്മാരായിരുന്നെങ്കിൽ പോലും യേശുവിനോട് കുറച്ചുകൂടി ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുവാൻ യോഹന്നാന് കഴിഞ്ഞു. അപ്പോൾ പുതിയ നിയമത്തിൽ സഭയുടെ ഭാവിയെപ്പറ്റിയൊക്കെ കൂടുതൽ വെളിപ്പാടുകൾ ലഭിച്ചത് യോഹന്നാനായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് യേശുവിന് ആദ്യമായിട്ട് സാക്ഷ്യം ലഭിക്കുന്നത് യേശുവിൻ്റെ സ്നാനത്തിലാണ്. എന്നാൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മറുരൂപ മലയിൽ വെച്ചും ഇതേ ശബ്ദം മേഘത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ ശുശ്രൂഷയുടെ തുടക്കത്തിലും അവസാനത്തിലും ആ ശുശ്രൂഷയിലുടനീളം യേശു പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിവർത്തിച്ചും ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ഇതേപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളായ നാം രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റു, ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് എങ്കിലും ജീവിതത്തിലുടനീളം അതേ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവകൽപ്പനകളെ അനുസരിച്ച് അവസാനം വരെ പ്രിയ മക്കളായി നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതിലാണല്ലോ കാര്യം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു അനുകാരി എന്ന് പറയുമ്പോൾ പ്രഥമമായിട്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളാകണം. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നാമും അന്യോന്യം സ്നേഹിക്കണം. ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കണം. പിന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവം, താഴ്മ, പിതാവിനോടുള്ള അനുസരണം, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലും കാണണം. അപ്പം രണ്ടാമതായിട്ട് ഒരു ക്രിസ്തുവിൻ്റെ അനുകാരിക്ക് വേണ്ടി പ്രത്യേകത എന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർ 1:6 പറയുന്നുണ്ട്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നാലും വചനം കൈക്കൊണ്ടാൽ നിങ്ങൾ എൻ്റെ അനുകാരികളാകും. അപ്പോൾ ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലും ദൈവവചനം നമ്മൾ കൈവിടാൻ പാടില്ല. വചനം വായിക്കുന്നതോടൊപ്പം തന്നെ അത് വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് ബെരോവയിലുള്ള വിശ്വാസികളെ പോലെ കേൾക്കുന്ന വചനങ്ങൾ അങ്ങനെ തന്നെ ആണോ എന്ന് ദിനം പ്രതി വചനത്തെ പരിശോധിച്ച് ശോധന ചെയ്യണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ കുറച്ച് സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടോണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചുകൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണതയുള്ളൊരു അനുകാരിയാകുന്നില്ല. അത് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ അനുകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്നുള്ളവൻ നന്മ ചെയ്യുന്നു, തിന്മ അനുകരിക്കുന്നില്ല താനും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അനുകരിക്കാൻ പാടില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ തിന്മ അനുകരിക്കാൻ പാടില്ല. തിന്മ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ വെളിപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ള തിന്മകളാകും, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലുള്ള തിന്മകളാകും. എന്ത് തന്നെയായാലും തിന്മ നമ്മൾ അനുകരിക്കാൻ പാടില്ല.
രണ്ടാമതായിട്ട് അനുകരിക്കല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. 1 രാജാക്കന്മാരിൽ പറയുന്നുണ്ട്, ദൈവം അവരുടെ ഇടയിൽ നിന്നും നീക്കിക്കളഞ്ഞ് ജാതികളുടെ മ്ലേച്ഛതകൾ അവരെ അനുകരിച്ചു. അതായത് അവർ അശേര പ്രതിഷ്ഠകളും പൂജാഗിരികളും ഒക്കെ സ്ഥാപിച്ച് വിഗ്രഹാരാധന തുടങ്ങി. അപ്പോൾ പ്രമാണം വിട്ടുള്ള ക്രമംകെട്ട നടപ്പ് നമ്മൾ അനുകരിക്കരുത്. അപ്പോൾ പുതിയ നിയമ വിശ്വാസികളെ നമ്മൾ വിഗ്രഹമൊന്നും ഉണ്ടാക്കി ദൈവത്തെ ആരാധിക്കാൻ പോകുന്നില്ലായിരിക്കാം. പക്ഷേ ദൈവത്തെക്കാൾ നമ്മൾ എന്തിനാണോ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനേക്കാൾ നമ്മുടെ ജീവിതത്തിന് എന്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൊരു വിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം എപ്പോഴും കർത്താവിന് തന്നെ കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിനേക്കാൾ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദൈവമായിട്ടുള്ള നമ്മുടെ സംസർഗത്തിന് കോട്ടം വരുത്തുന്ന യാതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നൊരു ഉറപ്പ് പ്രാപിക്കാൻ നമുക്ക് കഴിയണം. മൂന്നാമതായിട്ട് അനുകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യവചനം ദുഷിക്കുമാർ ദുഷ്കാമ പ്രവൃത്തികളെ നിങ്ങൾ അനുകരിക്കരുത്. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പത്രോസ് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. അപ്പം ലോത്ത് നീതിമാനായിരുന്നെങ്കിലും സോദോ ഗോമോറയിൽ നടക്കുന്ന അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും നീതിയുള്ള അവൻ്റെ മനസ്സ് നൊന്തു. അങ്ങനെ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അനുകരിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. എന്നാൽ നമുക്ക് അനുകരിക്കാൻ കൊള്ളാം എന്ന് 3 കൂട്ടരെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ കൂട്ടരെന്ന് പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തത്തെ അവകാശമാക്കിയവരുടെ അനുകാരികളാകും. അപ്പോൾ അബ്രഹാമിനെ പോലെ വിശ്വസിച്ച് വാഗ്ദത്തത്തെ പ്രാപിച്ച പഴയ നിയമ വിശുദ്ധന്മാരെ നമുക്ക് അനുകരിക്കാം. അപ്പം മനുഷ്യരെന്ന നിലയിൽ അവരിൽ പലർക്കും വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അവരിൽ നിന്നും നമ്മുടെ സ്വഭാവത്തിലേക്ക് നമുക്ക് പകർത്താൻ പറ്റുന്ന സ്വഭാവങ്ങൾ ഒക്കെ നമുക്ക് അനുകരിക്കാം. രണ്ടാമതായിട്ട് എബ്രായ ലേഖനം 13-ാം അധ്യായം 7 പറയുന്നുണ്ട്, ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരുടെ വിശ്വാസം അനുകരിക്കാം. അപ്പം രണ്ടാമതായിട്ട് നമ്മൾ അനുകരിക്കേണ്ടത് ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തിയവരുടെ വിശ്വാസം. മൂന്നാമതായിട്ട് അനുകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസിൻ്റെ പല ലേഖനങ്ങളിലും പൗലോസ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും. അപ്പോൾ അപ്പോസ്തലന്മാർ കാണിച്ച മാതൃകയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അപ്പോസ്തലിക ഉപദേശത്തിന് നമ്മൾ അനുകാരികളാകണം. അപ്പോൾ ലോകപരമായി നമ്മൾ നോക്കുമ്പോൾ അനുകരണം, ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ പുറമേയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മാനറിസംസ്, അവരുടെ വോയിസ് ഒക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. എന്നാൽ ദൈവമക്കളായ നമ്മൾക്ക് ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള നമ്മുടെ വളർച്ചയുടെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് സകലത്തിലും കർത്താവിനെ അനുകരിച്ച് ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ അനുകാരിയായി തുടർന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങി ജീവിക്കാം. അതിനായി ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ.